ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്തെന്നുണ്ടല്ലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഹോം മെയ്ഡായിട്ട് എങ്ങനെ സെർലാക്ക് ഉണ്ടാക്കാമെന്നാണ്. നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സെർലാക്കിലൊക്കെ നന്നായിട്ട് ഷുഗർ ആഡഡ് ആണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് നട്ട്സും കാര്യങ്ങളുമാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് വൺ ഞാൻ എടുത്തിട്ടുള്ളത് അവിലാണ്, പിന്നെ എടുത്തിട്ടുള്ളത് നമ്മുടെ കടലപ്പരിപ്പ്, പിന്നെ നമ്മുടെ കാഷ്നട്ട്, പിന്നെ ആൽമണ്ട്, പിന്നെ പീനട്ട്, അതുപോലെ മക്കാന. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ഒന്ന് നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഫസ്റ്റ് വൺ ഞാൻ ഇടുന്നത് കടലപ്പരിപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കടലപ്പരിപ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് അതിനെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ആ എടുത്തിട്ടുള്ള ക്വാണ്ടിറ്റി മുഴുവനും എടുക്കുന്നുണ്ട്, അത് മുഴുവനും ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ നന്നായിട്ട് അറിയാം. ഇത് ജസ്റ്റ് ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ നമുക്ക് ജസ്റ്റ് ഇതുപോലെ തന്നെ ഒന്ന് ഇതുപോലെ ഇളക്കി തന്നെ കൊടുക്കാം. അപ്പം നന്നായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. കരിഞ്ഞാൽ ആ ടേസ്റ്റ് മാറും കേട്ടോ. അപ്പോൾ അതൊന്ന് സൂക്ഷിച്ചോളേ. പിന്നെ നെക്സ്റ്റ് വൺ നമുക്ക് എടുക്കാവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആൽമണ്ട് ആണ് കേട്ടോ, ബദാമും ഇത്ര ക്വാണ്ടിറ്റി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് മുഴുവനും ഇതുപോലെ റോസ്റ്റ് ചെയ്ത് എടുക്കാം. അതും ചെറുതായിട്ട് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് അല്ല, ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ചൂടാവുന്ന രീതിയിൽ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കാഷ്നട്ടാണ് കേട്ടോ. പിന്നെ കാഷ്നട്ടാണ് ഇതുപോലെ ചൂടാക്കി നമുക്ക് എടുക്കാം. ശേഷം ഇതുപോലെ അതും ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കാം കേട്ടോ. സോ ഇതുപോലെ തന്നെ നട്ട്സ് നമുക്ക് വേറെയും നട്ട്സ്, വാൾനട്ട് യൂസ് ചെയ്യാം, പിസ്ത യൂസ് ചെയ്യാം, അതുപോലത്തെ നട്ട്സ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പീനട്ടാണ്. നല്ല ബട്ടറി എഫക്റ്റ് ഉള്ള നല്ലൊരു കപ്പലണ്ടിയാണ് കേട്ടോ. അപ്പം അതും ഇതുപോലെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതും ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെയാണ്, അല്ല കരിഞ്ഞു പോയാൽ അതും ഫ്ലോപ്പായി പോവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാനുള്ളത്. സോ നമുക്കിവിടെ പീനട്ട് നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് എടുക്കാൻ പോകുന്നത് മക്കാനയാണ് കേട്ടോ. അപ്പോൾ മക്കാനെ ജസ്റ്റ് മാത്രമേ ഒന്ന് ചൂടായാൽ മാത്രം മതി. മറ്റേ അവിൽ സൈസിലാണ് ഇരിക്കുന്നത്. അവിൽ കഴിക്കുമ്പോൾ എങ്ങനെയാണോ അതുപോലത്തെ ആ ഒരു ടേസ്റ്റും കാര്യമാണ് നോർമലി ഇരിക്കുമ്പോൾ. അപ്പോൾ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. ശേഷം അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ്, അതായത് ഫൈനലി നമ്മൾ അവിലാണ് കേട്ടോ എടുക്കുന്നത്. അവിലും അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. മക്കാനയും നമ്മുടെ അവിലും സെയിം ഒരേപോലെയാണ്, ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുക്കുന്നു. ഇതെല്ലാം നമുക്ക് നന്നായിട്ട് പൊടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. സോ ഇതാണ് ഞാൻ ഇത്രയും എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇത് ഇത്രയും നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് തണുക്കാൻ വയ്ക്കാം. അപ്പോൾ ഞാൻ ഫാൻ്റെ മുട്ടിൽ കൊണ്ടുവച്ചിട്ട് നട്ട്സും അതുപോലെ തന്നെ അവിലും മക്കാനയും ഇതെല്ലാം ഒന്ന് തണുക്കാനായിട്ട് വെച്ചു. പിന്നെ അതിനുശേഷം എടുത്ത് നന്നായിട്ട് പൊടിക്കാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊടിച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഫൈനലായിട്ട് ഇതാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇതാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇത് ചെറിയൊരു ജാറിലാക്കി മാറ്റി വെക്കാം. പക്ഷേ ഇത് കുറച്ചും കൂടി ഒന്ന് തരിയാക്കണം കേട്ടോ. കുറച്ചും നമ്മൾ ചെറുതായിട്ട് അടിയാതെ കിടക്കും കപ്പലണ്ടിയൊക്കെ. അപ്പോൾ അത് ജസ്റ്റ് ഒന്നും കൂടി എടുത്തിട്ട് അരിച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ വേണമെങ്കിൽ നമുക്ക് നന്നായിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ശേഷം ഇതുപോലൊരു ജാറിലിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് ഇങ്ങനെ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതെല്ലാം നമ്മൾ ബേബീസിന് നല്ലതല്ല, കാരണം അതിൽ ഫുള്ള് ആഡഡ് ഷുഗറാണ്. അപ്പം ഇത് നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് തന്നെ ഉണ്ടാക്കാം. നമ്മുടെ ബേബീസിന് ഹെൽത്തായിട്ട് ഫുഡും കൊടുക്കാം.